നമസ്കാരം. രണ്ടാം കർഷക പ്രക്ഷോഭവുമായി വീണ്ടും തലസ്ഥാനത്തേക്ക് ചുവടുവെക്കുകയാണ് കർഷകർ. ഹരിയാന, പഞ്ചാബ്, UP, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിക്ക് യാത്ര. പ്രക്ഷോഭകരെ നേരിടാൻ തലസ്ഥാനത്തേക്ക് കർഷകർ പ്രവേശിക്കാതിരിക്കാൻ ഇരുമ്പു കോട്ടയൊരുക്കി ഭരണകൂടം. ഡൽഹിയിൽ നിരോധനാജ്ഞയാണ്. കോൺക്രീറ്റ് മതിലുകൾ, വലിയ ബാരിക്കേഡുകൾ, മെറ്റൽ ബാരിക്കേഡുകൾ, റോഡിൽ പാകാൻ അള്ളുകൾ, വലിയ ഭാരവാഹനങ്ങൾ, ഇങ്ങനെ പലതൊരുക്കിയാണ് പ്രതിഷേധം. ആയിരക്കണക്കിന് പോലീസുകാരും എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. കർഷക മാർച്ചിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കർഷക മാർച്ചിനു നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചാണ് ഒരു ഘട്ടത്തിൽ പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. 2-3 തവണ ഇന്ന് ശംഭുവിലടക്കം കർഷകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി, ബലപ്രയോഗമുണ്ടായി. കർഷകരെ ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ പഞ്ചാബ് പോലീസ് അനുവദിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. കർഷകർക്കു നേരെ ഹരിയാന പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. ശംഭുവിൽ കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടാം സമരമാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് കർഷകർ കലപ്പകളും കാളവണ്ടികളുമായി ഇതിനു മുൻപൊരിക്കൽ കൂടി ഡൽഹി തേടിയെത്തിയിരുന്നു. ദില്ലി ചലോ എന്ന അവരുടെ ആഹ്വാനം രാജ്യമാകെ അന്ന് അലയടിച്ചു. 1 വർഷക്കാലം നീണ്ട സമരത്തിനൊടുവിൽ മണ്ണിനോട് മല്ലടിക്കുന്നവന്റെ മനസ്സുറപ്പിന് മുന്നിൽ ഭരണകൂടത്തിന് മുട്ടുകുത്തേണ്ടി വന്നു. 2020 സെപ്റ്റംബർ മാസത്തിലാണ് ഇന്ത്യൻ പാർലമെന്റ് കാർഷിക നിയമങ്ങൾ പാസാക്കിയത്. ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം, പ്രൈസ് അഷുറൻസ്, അവശ്യ സാധന ഭേദഗതി എന്നിവയുൾപ്പെട്ട നിയമങ്ങൾക്കെതിരെ പ്രാദേശികമായി തുടങ്ങിയ പ്രതിഷേധങ്ങൾ പെട്ടെന്നാണ് കരുത്താർജിച്ചത്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ദില്ലി ചലോ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. കർഷകരെ കോർപ്പറേറ്റുകളുടെ ദാക്ഷിണ്യത്തിന് എറിഞ്ഞുകൊടുക്കലാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നും അവ പിൻവലിക്കണമെന്നും രാജ്യവ്യാപകമായി ആവശ്യമുയർന്നു. 10,000-കണക്കിന് കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് തയ്യാറെടുപ്പുകളോടെ തിരിച്ചു. ഇന്ത്യയുടെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങളിൽ നിന്ന് 10,000-കണക്കിന് പാദങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ ലക്ഷ്യവുമായി നടന്നു തുടങ്ങി. ഹരിയാനയിലും ഡൽഹിയിലും കർഷകർക്കെതിരെ പോലീസ് നടപടിയുണ്ടായി. ആയിരക്കണക്കിന് മനുഷ്യർ നിസ്വരായ ജനവിഭാഗത്തിനു വേണ്ടി ശബ്ദിച്ചു. അവരെ കാണാനും അഭിവാദ്യമർപ്പിക്കാനും നിരത്തുകളിൽ നിരന്നു. ഒരു സർക്കാരിനും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത ജനവികാരമുയർന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയോളം ചെന്നെത്തിയ പ്രതിഷേധം അക്രമാസക്തമാകുകയും ചെയ്തു. ആ സംഭവ വികാസങ്ങളെ തുടർന്ന് 100-കണക്കിന് പേർക്കെതിരെ കേസുകളെടുക്കുകയും സംഘർഷങ്ങളിൽ അതിലേറെ പേർ അറസ്റ്റിലാവുകയും ചെയ്തു. സർക്കാരും കർഷക സംഘടനാ നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ചകൾ നടന്നു. 12 മാസങ്ങൾക്കിടയിൽ 11 റൗണ്ട് ചർച്ചകൾ. 2021 നവംബർ 19 കേന്ദ്രം ബില്ലുകൾ അസാധുവാക്കാൻ തീരുമാനിച്ചു. 29 ഇരുസഭകളും റിപ്പീൽ ബിൽ പാസാക്കി. സർക്കാരിനെ മുട്ടുകുത്തിച്ച ചരിത്രവുമായാണ് രണ്ടാം സമരത്തിന് കർഷകർ തലസ്ഥാനത്തേക്ക് തിരിച്ചത്. പഞ്ചാബിലെ ഫത്തേഗഡിൽ നിന്ന് കിസാൻ മസ്ദൂർ മോർച്ച അംഗങ്ങൾ യാത്രയാരംഭിച്ചു. ശംഭു അതിർത്തിയിൽ 100-കണക്കിന് പേർ ഒപ്പം ചേർന്നു. നേരിടാൻ പോലീസും. മാസത്തേക്കുള്ള ഭക്ഷണവും ഇന്ധനവും തങ്ങളുടെ കൈവശമുണ്ടെന്ന് കർഷകർ. സൂചി മുതൽ ചുറ്റിക വരെ തങ്ങളുടെ കൈവശമുണ്ടെന്നും ലക്ഷ്യം കണ്ടേ മടങ്ങുമെന്നും പ്രഖ്യാപനം. കേന്ദ്രത്തിന്റെ ഉറപ്പല്ല, നടപടിയാണ് വേണ്ടത്. ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക. 2020 വൈദ്യുതി നിയമം പിൻവലിക്കുക. ലഖിംപൂർ ഗേരിയിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക. സമരകാലത്തെ കേസുകൾ പിൻവലിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. ചർച്ചകൾ നടക്കുന്നുണ്ട്, ഉറപ്പുകൾ കിട്ടുന്നുണ്ട്. കർഷകർ ആവർത്തിക്കുന്നു, ഉറപ്പുകളല്ല, നടപടികളാണ് വേണ്ടത്.